നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം തിര ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ VS സുനിൽകുമാർ MLA നടപ്പിലാക്കുന്ന ഇംഗ്ലീഷ് എൻറിച്ച് പ്രോഗ്രാമിന് തുടക്കമായി. നാട്ടിക NSS കോളേജിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ടൂറിസം പദ്ധതികൾക്കും ആവശ്യമായ ഫണ്ട് നൽകുമെന്ന് പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെയും പെരിഞ്ഞനത്തെ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തിര പെരിഞ്ഞനം ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി. വൈകിട്ട് പെരിഞ്ഞനം ഓണപ്പറമ്പിൽ നിന്നും വാദ്യതാളമേളങ്ങളോടെ ആരംഭിച്ച ഘോഷയാത്ര പെരിഞ്ഞനം ആറാട്ടുകടവിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഡോക്ടർ EP ജനാർദ്ദനൻ പതാക ഉയർത്തി. മുൻ നിയമസഭാ സ്പീക്കർ K രാധാകൃഷ്ണൻ MLA തിര ബീച്ച് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, KF ഡൊമിനിക്, PM അഹമ്മദ്, PK ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ ജനനന്മ അവതരിപ്പിച്ച ദൃശ്യഗാന സംഗമവും അരങ്ങേറി. നാട്ടിക NES കോളേജിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ടൂറിസം പദ്ധതികൾക്കും ആവശ്യമായ ഫണ്ട് നൽകുമെന്ന് പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി. കോളേജിന്റെ ദശവത്സരാഘോഷ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു രക്ഷാധികാരി കൂടിയായ യൂസഫ് അലി. ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ജോലി സംബന്ധമായി വിദേശത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനാവശ്യമായ നടപടി വാഗ്ദാനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഗീതാഗോപി MLA അധ്യക്ഷത വഹിച്ചു. PA മാധവൻ MLA മുഖ്യാതിഥിയായിരുന്നു. NES ചെയർമാൻ ശിവൻ കണ്ണോളി സ്വാഗതം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കവിത ഇത് കാണുമ്പോൾ എനിക്ക് പാടാൻ തോന്നുകയാണ്. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്ത്, അവിടെല്ലാം പൂത്ത മരങ്ങൾ തന്നെ. ഒരു കൊച്ചുകാറ്റെങ്ങാൻ വന്നുപോയാൽ ഒരു തുരപ്പു മഴ ആയി പിന്നെ. കാണുന്നില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ഇതിന്റെ ഭാരവാഹികൾക്കും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നൊന്ന്, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ശിവേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ള ധാരണ എനിക്കുണ്ട്. ഞാൻ ലോകത്തെമ്പാടുമുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാറുണ്ട്. ഞാൻ പല യൂണിവേഴ്സിറ്റികളിലും പോയി ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ബിരുദദാന പ്രസംഗം നിർവഹിക്കുകയും ചെയ്യാറുണ്ട്. ലോകത്തിലെ പ്രസിദ്ധമായ ബിസിനസ് സ്കൂളുകളിൽ പോയി ഞാൻ സംസാരിക്കാറുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥിനികളുമായി എൻ്റെ അനുഭവം പങ്കിടാറുണ്ട്. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ ഈസ്റ്റ് UP സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ പ്രവർത്തനോദ്ഘാടനം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. സർക്കാരും ഈ കമ്പ്യൂട്ടർ വിതരണം ചെയ്യുന്ന കെൽട്രോൺ കമ്പനിയുമായിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്പ്യൂട്ട് നിൽക്കുന്നതുകൊണ്ട് പല സ്കൂളുകൾക്ക് അനുവദിച്ച കമ്പ്യൂട്ടറുകൾ അവരിതുവരെ കൊണ്ടുകൊടുത്തിട്ടില്ല. ഈ 2 കൊല്ലം കൊണ്ട് നമ്മുടെ ഈ മണ്ഡലത്തിലെ 178 സ്കൂളുകൾക്ക് 78 സ്കൂളുകളായി ഏകദേശം 187 കമ്പ്യൂട്ടറുകൾ നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ 27ഓളം വരുന്ന LCD പ്രോജക്ടുകളും സ്കൂളുകൾ കൊടുത്തു കഴിഞ്ഞു. ഒരു പുതിയൊരു തീരുമാനം ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്
MLA ഫണ്ട് ഒരു കാരണവശാലും സർക്കാർ സ്കൂളുകൾക്കല്ലാതെ എയ്ഡഡ് സ്കൂളുകൾക്ക് MLA ഫണ്ട് കൊടുക്കുന്നതിന് ചില നിയന്ത്രണം ഇപ്പൊ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുന്ന കമ്പ്യൂട്ടർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും എയ്ഡഡ് സ്കൂളുകളുടെ മാനേജ്മെന്റുകൾക്ക് അവർ പറയുന്ന ചില സംവിധാനങ്ങൾ കൊടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ സാധാരണക്കാരാണെങ്കിലും സർക്കാരിന്റെ ഉത്തരവ് മൂലം നമുക്ക് മറ്റു കെട്ടിടങ്ങളോ ഒന്നും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. എങ്കിലും ഇപ്പൊ ആധുനിക വിദ്യാഭ്യാസ രംഗത്തൊരു അനിവാര്യമായ ഘടകമാണ് കമ്പ്യൂട്ടർ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി, ഗ്രാമപഞ്ചായത്ത് അംഗം MK ചന്ദ്രൻ, വലപ്പാട് AEOP ജയരാജൻ, മദ്ലകം BPO CA രഞ്ജിത്ത്, ലോക്കൽ മാനേജർ മോഹനൻ കണ്ണമ്പുള്ളി, പ്രധാനാധ്യാപിക AM ഗീത, PP രാജൻ, ശോഭന അനിൽ, MK ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. MLA അനുവദിച്ച 5 കമ്പ്യൂട്ടർ ഉൾപ്പെടുത്തിയാണ് ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ VS സുനിൽകുമാർ MLA നടപ്പിലാക്കുന്ന ഇംഗ്ലീഷ് എൻറിച്ച് പ്രോഗ്രാമിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ എടത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിലും എറിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എടത്തിരുത്തി സെന്റ് ആൻസ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനിവിടെ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നം നമ്മുടെ മലയാള മീഡിയം സ്കൂളിലെ കുട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരായി മാറണം എന്നുള്ളതാണ്. അതിന് കാരണം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു സാധാരണ സ്കൂളിലാണ്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് +2 പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് നാട്ടിക SM കോളേജിലാണ്. ഡിഗ്രിക്ക് ഞാൻ പഠിച്ചത് തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലാണ്. BA ഫിലോസഫിയാണ് പഠിച്ചത്. LLB ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്തെ ലോ അക്കാഡമി ലോ കോളേജിലാണ്. ഞാനിതൊക്കെ പഠിക്കുകയും ഞാൻ ഒരു 2nd ക്ലാസ് 1st ക്ലാസ്സൊക്കെ പഠിച്ചൊക്കെ പാസ്സാവുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കുണ്ടായിരുന്നൊരു ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ ഉള്ള പ്രയാസങ്ങളാണ്. നമുക്ക് മലയാള ഭാഷ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ അതേപടി ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളൊരു വലിയൊരു ന്യൂനതയുണ്ട്. അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ PTA പ്രസിഡന്റ് വിൽസൺ അറക്കൽ അധ്യക്ഷനായി. EV ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക സിസ്റ്റർ മീറ, ഫാദർ അരുൺ തെക്കിനിയത്ത്, മദർ സുമംഗല, KS അനാമിക എന്നിവർ സംസാരിച്ചു. വൈ ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ പുണ്ടി നരസിംഹം ക്ലാസ് എടുത്തു. ചളിങ്ങാട് പള്ളിനട ക്യൂൻ മേരി നഴ്സറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡെസി മാത്യു അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ജിൻസി, ജാൻസി, നിജോ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനിയൊരു ഇടവേള.